നമസ്കാരം സുഹൃത്തുക്കളെ. ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? പുറത്തുള്ള ആരുമല്ല. ചിലപ്പോൾ അവൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച ഒരാൾ തന്നെയായിരിക്കും. സ്നേഹത്തോടെ ആരംഭിച്ച ഒരു ബന്ധം എപ്പോഴും ഒരു മാനസിക യുദ്ധമായി മാറുന്നു. വാക്കുകൾ ആയുധങ്ങളാകുന്നു. നിശബ്ദത ശിക്ഷയാകുന്നു. സ്വന്തം വീട്ടിൽ പോലും ഒരാൾ അന്യയായി മാറുന്ന നിമിഷങ്ങളുണ്ടാകുന്നു. അപ്പോൾ ഒരു സ്ത്രീ എന്ത് ചെയ്യണം? കരയണോ? സഹിക്കണോ? അല്ലെങ്കിൽ ബുദ്ധിയോടെ സ്വയം രക്ഷപ്പെടണോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതത്തിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ ഇത്തരം സാഹചര്യങ്ങളെക്കുറിച്ച് ചില കടുത്ത സത്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വികാരങ്ങൾ കൊണ്ടല്ല, ബുദ്ധിയും ക്ഷമയും കൊണ്ടാണ് ജീവിതത്തിൽ വലിയ യുദ്ധങ്ങൾ ജയിക്കേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. അതെ, നിങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയ ഒരാൾ തന്നെ നിങ്ങളുടെ സമാധാനം കെടുത്തുന്ന ശത്രുവായാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വന്തം വീട്ടിനുള്ളിൽ, സ്വന്തം കിടപ്പുമുറിയിൽ പോലും നിങ്ങൾ സുരക്ഷിതരല്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിലൂടെ എപ്പോഴെങ്കിലും നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടക്കുന്നത് യുദ്ധഭൂമിയിലൊന്നുമല്ല സുഹൃത്തുക്കളെ. പലപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിൻ്റെ 4 ചുമരുകൾക്കുള്ളിലാണ് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് വലിയ വിഷമവും തോന്നുന്നുണ്ട്. സ്നേഹിക്കേണ്ടവർ തന്നെ നമ്മളെ മാനസികമായി തകർക്കുമ്പോൾ, വിശ്വസിച്ചവർ തന്നെ ചതിക്കുമ്പോൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വെറും കണ്ണുനീർ മാത്രം പോരാതെ ആകുന്നു. അവിടെയാണ് നമുക്ക് തന്ത്രങ്ങൾ ആവശ്യമാകുന്നത്. പലപ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്ന ഉപദേശം എന്താണ്? ക്ഷമിക്കുക, സഹിക്കുക, ഭൂമിയിലറ്റത്തോളം നിങ്ങൾ സഹിക്കൂ, ക്ഷമിക്കൂ എന്നത് മാത്രമാണ്. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതം കണ്ട ഏറ്റവും വലിയ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ പറയുന്നത് അതൊന്നുമല്ല. ഒരു ഭർത്താവ് ശത്രുവിനെ പോലെ പെരുമാറിയാൽ, അല്ലെങ്കിൽ ദാമ്പത്യം ഒരു യുദ്ധകളമായി മാറിയാൽ, അവൾ ജയിക്കാനും അവൾ ജീവിക്കാനും ഒരു സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ചില കടുത്ത സത്യങ്ങളുണ്ട് എന്ന് ചാണക്യൻ പറയുന്നു. അത് വെറും ഉപദേശങ്ങളല്ല, പ്രായോഗികമായ തന്ത്രങ്ങളാണ്. അതേ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്ന ആചാര്യ ചാണക്യൻ ഇതിൽ പറയുന്ന ചില ഗൗരവമായ കാര്യങ്ങളാണ്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നാം, അല്ലെങ്കിൽ ഇതൊക്കെ ശരിയാണോ എന്ന് സംശയം തോന്നാം. പക്ഷേ ഓർക്കുക, ചാണക്യൻ ഒരിക്കലും വികാരങ്ങൾക്ക് അടിമയായിരുന്നില്ല. അദ്ദേഹം ബുദ്ധിയും യുക്തിയും പ്രയോഗം നൽകുന്ന ഒരാളായിരുന്നു. നമുക്ക് ഒരുപാട് സംസാരിക്കാതെ വിഷയത്തിലോട്ട് പോകാം. അതിനു മുമ്പായി തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വലിയ പ്രോത്സാഹനമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം സുഹൃത്തുക്കളെ. ഭർത്താവ് ശത്രുവിനെ പോലെ പെരുമാറുമ്പോൾ ഒരു സ്ത്രീ സാധാരണമായി ചെയ്യുന്ന 2 കാര്യങ്ങൾ. 1, അവൾ കരഞ്ഞുകൊണ്ട് ഭർത്താവിൻ്റെ മാറ്റത്തിനായി കാത്തിരിക്കുന്നു. 2, അവൾ തിരിച്ച് ദേഷ്യപ്പെടുകയും വഴക്കൂടുകയും ചെയ്യുന്നു. ചാണക്യൻ്റെ അഭിപ്രായത്തിൽ ഇവ രണ്ടും പരാജയത്തിലേക്കുള്ള വഴിയാണ്. ശത്രുവായ ഒരാളുടെ യുദ്ധം ചെയ്യേണ്ടത് ആയുധം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതെ, ചാണക്യൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചാലോ? 1, മൗനം എന്ന ആയുധം. ദുഷ്ടനായ ഒരു വ്യക്തിയുടെ കൂടെ ഉള്ള സഹവാസനം കയ്യിൽ തീ പിടിക്കുന്നത് പോലെയാണ്. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളുടെ ബലഹീനതകൾ മനസ്സിലാക്കാനുള്ള ഇടം കൊടുക്കരുത്. ഭർത്താവ് ശത്രുവായ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ നാവിനെയാണ്. പലപ്പോഴും സ്ത്രീകൾക്കൊരു പരാതിയുണ്ട്: ഞാൻ എത്ര പറഞ്ഞിട്ടും അയാൾ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ചാണക്യൻ ചോദിക്കുന്നത് മറ്റൊന്നാണ്: മനസ്സിലാക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോട് സംസാരിച്ചിട്ട് എന്ത് പ്രയോജനം? ഓർക്കുക, നിങ്ങൾ കരയുമ്പോൾ, ദേഷ്യപ്പെടുമ്പോൾ അയാൾക്ക് നിങ്ങളെ എവിടെ വേദനിപ്പിക്കണമെന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നു. നിങ്ങളുടെ കരച്ചിൽ, നിങ്ങളുടെ നിരാശ, നിങ്ങളുടെ ദൗർബല്യം ഇതെല്ലാം അയാളുടെ ആയുധങ്ങളായി മാറുന്നു. അതുകൊണ്ട് തന്നെ ചാണക്യൻ നിർദ്ദേശിക്കുന്നു: മൗനം പാലിക്കുക. ഈ മൗനം തോൽവിയല്ല, മറിച്ച് അതൊരു കവചമാണ്.
നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത്, നിങ്ങളുടെ അടുത്ത നീക്കം എന്താണ് എന്നുള്ളത് അത് അയാൾക്ക് മനസ്സിലാക്കാത്ത വിധം നിശബ്ദരാകുക. ഒരു പാമ്പ് വിഷമില്ലെങ്കിൽ പോലും അത് പത്തി വിടർത്തി നിൽക്കണം എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഭയപ്പെടുത്താൻ വേണ്ടിയാണത്. അതുപോലെ നിങ്ങളുടെ മൗനം അയാളിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കണം. അതുപോലെ നിങ്ങൾ മൗനം പാലിക്കണം. മൗനം എന്നത് ഒരു ആയുധമാകുക. രണ്ടാമത്തത് സാമ്പത്തിക ഭദ്രത. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചാണക്യൻ തൻ്റെ നിത്യശാസ്ത്രത്തിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ധനത്തിൻ്റെ പ്രാധാന്യം. അതെ, ധനമുള്ളവനാണ് ലോകത്തിൽ ശക്തിവാൻ. ഭർത്താവ് ശത്രുവായാൽ നിങ്ങളെ നിയന്ത്രിക്കാൻ അയാൾക്ക് ആദ്യം ശ്രമിക്കുന്നത് പണത്തിലൂടെ ആയിരിക്കും. സാമ്പത്തികമായി നിങ്ങൾ അയാളെ ആശ്രയിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവിടെ അവസാനിക്കുന്നു. അതുകൊണ്ട് സ്ത്രീയോട് ചാണക്യൻ പറയുന്ന രഹസ്യം ഇതാണ്: സ്വന്തമായി ഒരു സമ്പാദ്യം ഉണ്ടാക്കണം. അതെത്ര ചെറുതാണെങ്കിലും പ്രശ്നമില്ല. ആപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു തുക കൈവശം വയ്ക്കുക. ഭർത്താവ് ശത്രുവാകുന്ന കാലത്ത് പണം മാത്രമായിരിക്കും പലപ്പോഴും നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായ സുഹൃത്ത്. ഇത് കേൾക്കുമ്പോൾ ക്രൂരമായി തോന്നാം, പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. സ്വന്തമായി വരുമാനമില്ലാത്ത സ്ത്രീകളാണ് ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. അത് ഭർത്താവ് നല്ലവനായിരിക്കുമ്പോൾ അതൊരു പ്രശ്നമായി തോന്നില്ല. പക്ഷേ ബന്ധം വിഷമമാകുന്ന നിമിഷം ആ ആശ്രയം ഒരു കൂട്ടായി മാറും. കാരണം നിങ്ങളെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം പിടിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെയല്ല, നിങ്ങളുടെ ആവശ്യങ്ങളെയാണ്. പണം എവിടെ നിന്നാണ് വരുന്നത്? ആരാണ് ചെലവാക്കുന്നത്? ആരെയൊക്കെയാണ് ആശ്രയിക്കേണ്ടത്? ഈ ചോദ്യങ്ങളുടെ ഉത്തരമാണ് പല ബന്ധങ്ങളിലും അധികാരം നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നു, സ്വയം കരുത്തില്ലാത്തവൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ കരുണയിലായിരിക്കും. ഞാൻ ഒന്നും കൂടെ പറയാം, സ്വയം കരുത്തില്ലാത്തവൻ്റെ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ കരുണയിലായിരിക്കും. സാമ്പത്തിക ഭദ്രത എന്നത് വലിയ സമ്പന്നതയിലല്ല, സ്വയം ആവശ്യങ്ങൾക്ക് വേണ്ട തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണ്. ഒരു ചെറിയ വരുമാനം, ഒരു ചെറിയ ബാങ്ക് അക്കൗണ്ട്, ഒരു തൊഴിൽ കഴിവ്, അല്ലെങ്കിൽ അടിയന്തര സമയത്ത് ഉപയോഗിക്കുന്ന ചെറിയൊരു സാമ്പത്തികം പോലും ഒരു സ്ത്രീക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. അതുകൊണ്ട് എന്ത് ത്യാഗം സഹിച്ചും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ശ്രമിക്കുക. മൂന്നാമതായി അദ്ദേഹം പറയുന്നു, രഹസ്യങ്ങൾ സൂക്ഷിക്കുക. മനസ്സിൽ ചിന്തിച്ച കാര്യം മന്ത്രം പോലെ രഹസ്യമായി സൂക്ഷിച്ച് പ്രവർത്തിക്കുക. നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾക്കെതിരെയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് അയാളോട് സംസാരിക്കരുത്. നിങ്ങളൊരു ജോലി അന്വേഷിക്കുകയാണോ? പണം മാറ്റി വയ്ക്കുകയാണോ? നിയമസഹായം തേടുകയാണോ? ഇതൊന്നും അയാൾ അറിയാൻ പാടില്ല. ശത്രു നിങ്ങളുടെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞാൽ അതിനെ തടയാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാക്കുന്നത് വരെ വായ് തുറക്കാനേ പാടില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കുക. നാലാമതായി അദ്ദേഹം പറയുന്നു, വൈകാരിക അകലം. ഇതാണ് ഏറ്റവും വേദനാഭജനമായ ഭാഗം. നിങ്ങൾ സ്നേഹിച്ച ഒരാളിൽ നിന്നും മനസ്സിനെ അകറ്റുന്നത് എളുപ്പമല്ല. പക്ഷേ ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു, അമിതമായ സ്നേഹത്തിൽ നിന്നാണ് ഭയവും ദുഃഖവും ജനിക്കുന്നത്. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അയാൾക്ക് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ മേൽ അധികാരമുണ്ടെന്നാണ്. അയാൾ ചിരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണോ? അയാൾ ദേഷ്യപ്പെടുമ്പോൾ നിങ്ങൾ തകരണോ? ഈ നിയന്ത്രണം അയാളുടെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങുക. അയാൾ ഭർത്താവ് എന്ന നിലയിൽ മാത്രം കാണാതെ ഒരു സാധാരണ വ്യക്തിയായി കാണാൻ പഠിക്കുക. അയാളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള അധികാരം കൊടുക്കരുത്. അഞ്ചാമത്തെ തന്ത്രം, ശത്രുവിൻ്റെ ശത്രു മിത്രം. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴാണ് ശത്രുവിന് കൂടുതൽ ശക്തി ഉണ്ടാകുന്നത്. ചാണക്യൻ പറയുന്നു, ശത്രുവിൻ്റെ ശത്രു മിത്രമാണ്. ഇത് കുടുംബജീവിതത്തിൽ എങ്ങനെ പ്രയോഗമാക്കാം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭർത്താവിനെതിരെ ഗൂഢാലോചന നടത്തുക എന്നല്ല, മറിച്ച് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളെ കണ്ടെത്തുക എന്നതാണ്. അത് നിങ്ങളുടെ കുടുംബപരമായിരിക്കാം, നല്ല സുഹൃത്തുക്കളായിരിക്കാം, അല്ലെങ്കിൽ നിയമപരമായ അറിവുകളുള്ള ഒരാളായിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങൾ വിശ്വസിക്കുന്ന ഒരാളോട് പങ്കുവെക്കുക. നിങ്ങളുടെ അനുഭവിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യമുണ്ടാക്കണം. സമൂഹം എന്ത് വിചാരിക്കും എന്ന് ഭയന്ന് പ്രശ്നങ്ങൾ മറച്ചു വെക്കരുത്. കാരണം പുറം ലോകം നിങ്ങളുടെ ജീവിതകാലത്തിൻ്റെ നല്ല ഭാഗം മാത്രമേ കാണുന്നുള്ളൂ. നാളെ ഒരു വലിയ പ്രശ്നം വന്നാൽ നിങ്ങളെ വിശ്വസിക്കാൻ ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് ബുദ്ധിപൂർവം നിങ്ങളുടെ പക്ഷം ശക്തമാക്കുക. ആറാമതായി ചാണക്യൻ പറഞ്ഞു തരുന്ന തന്ത്രം, സ്വയം സംപ്രേഷണം.
ആപത്ത് വരുമ്പോൾ ധനത്തിനെയും കുടുംബത്തെയും സംരക്ഷിക്കണം. എന്നാൽ ആത്മാവിനെ രക്ഷിക്കാനായി അവയെ ഉപേക്ഷിക്കേണ്ടി വന്നാൽ അതും ചെയ്യണം. ഇതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. നിങ്ങളുടെ ജീവിതവും മാനസിക ആരോഗ്യവും ആത്മാഭിമാനവും ഏറ്റവും വിലപ്പെട്ടതാണ്. ഭർത്താവ് ശത്രുവായാൽ ചിലപ്പോൾ അത് മാനസിക പീഡനത്തിൽ മാത്രം അവസാനിക്കണമെന്നില്ല. ശാരീരിക ഉപദ്രവത്തിലേക്കും അത് മാറാം. അവിടെ ക്ഷമയല്ല വേണ്ടത്, പ്രതിരോധമാണ് വേണ്ടത്. നിയമം നിങ്ങൾക്ക് നൽകുന്ന ആവശ്യങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കണമായിരിക്കണം. ഗാർഹിക പീഡനം സഹിക്കണമെന്ന് ഒരിക്കലും ഒരു സ്ത്രീയുടെ ധർമ്മമല്ല. അത് നിർബന്ധമായി അടിമത്തമാണ്. ചാണക്യൻ പറയുന്നു, ശക്തനായ ശത്രുവിനെ നേരിടുമ്പോൾ തന്ത്രം ഉപയോഗിക്കണം. പക്ഷേ ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെയാണ് ഏറ്റവും വലിയ തന്ത്രം. സ്വയം സംരക്ഷിക്കാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റൊരാളെ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഓർക്കുക. രണ്ടാമതായി പറയുന്ന തന്ത്രം, പ്രതീക്ഷകൾ അവസാനിക്കുക. നമ്മുടെ ഏറ്റവും വലിയ ദുഃഖങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകളാണ്. അയാൾ മാറും, ഒരു ദിവസം അയാൾക്ക് എന്നോട് സ്നേഹം തോന്നും. ഇത്തരത്തിലുള്ള പ്രതീക്ഷകളാണ് നിങ്ങളെ വീണ്ടും 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 തകർക്കുന്നത്. ചാണക്യൻ വളരെ വ്യക്തമായി പറയുന്നു, വിഷമുള്ള ഒരു മരത്തിൽ നിന്നും മാമ്പഴം പ്രതീക്ഷിക്കരുത്. അയാൾ മാറുമെന്ന് പ്രതീക്ഷിക്കാതെ അയാൾ എങ്ങനെയാണ് എന്ന് അംഗീകരിക്കുക. ആ അംഗീകാരത്തിൽ നിന്ന് പുതിയൊരു ശക്തി ജനിക്കുന്നത്. പിന്നീട് അയാളുടെ അവഗണന നിങ്ങളെ വേദനിപ്പിക്കില്ല. അയാളുടെ ക്രൂരത നിങ്ങളെ അത്ഭുതപ്പെടുത്തുകയുമില്ല. കാരണം നിങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. ഈ തിരിച്ചറിവാണ് നിങ്ങളെ മാനസികമായി അതിശക്തമാക്കുന്നത്. ചാണക്യൻ്റെ ഈ 7 തന്ത്രങ്ങളും വെറും പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. നമ്മുടെ സമൂഹത്തിലെ പല സ്ത്രീകളും അനുഭവിക്കുന്ന പല കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നു. ചാണക്യൻ നൽകുന്ന സന്ദേശം ഇതാണ്: ഒരു സ്ത്രീ ബുദ്ധിയുള്ളവളാകുക, ജാഗ്രതയുള്ളവളാകുക, സ്വയം സംരക്ഷിക്കാൻ പഠിക്കുക. ജീവിതത്തിൽ എല്ലാ യുദ്ധങ്ങളും വാളും ശക്തിയും കൊണ്ടല്ല ജയിക്കുന്നത്. ചില യുദ്ധങ്ങൾ ജയിക്കുന്നത് നിശബ്ദത കൊണ്ടാണ്, ചിലത് ക്ഷമ കൊണ്ടാണ്, ചിലത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ കൊണ്ടാണ്. ഭർത്താവ് ശത്രുവായി മാറുന്ന ഒരു സാഹചര്യം ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വേദനാജനമായ അനുഭവങ്ങളിൽ ഒന്നാണ്. പക്ഷേ ചാണക്യൻ പറയുന്നതും ഒരു കാര്യമുണ്ട്: തകരരുത്, സ്വയം നഷ്ടപ്പെടുത്തരുത്. കരയുന്ന സ്ത്രീയിൽ നിന്നും ചിന്തിക്കുന്ന സ്ത്രീയിലേക്ക് മാറുക. ഭയത്തിൽ നിന്നും ബോധത്തിലേക്ക് മാറുക. ആശ്രയത്തിൽ നിന്നും ആത്മവിശ്വാസത്തിലേക്ക് ഉയരുക. നിങ്ങളുടെ മനസ്സിനെയും ആത്മാഭിമാനത്തെയും ജീവിതത്തെയും സംരക്ഷിക്കുക എന്നത് സ്വന്തം ഉത്തരവാദിത്തം മാത്രമാണ്. ഓർക്കുക, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ താക്കോൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാകണം. ചാണക്യനീതി നമ്മെ പഠിപ്പിക്കുന്നത് ഒരാളെ തോൽപ്പിക്കാനല്ല, ആർക്കും നമ്മളെ തകർക്കാൻ കഴിയാത്ത ഒരാളായി മാറാനാണ്. അതുകൊണ്ട് ജീവിതം എത്ര കഠിനമായാലും തല താഴ്ത്തരുത്. പഠിക്കുക, വളരുക, ശക്തരാകുക. കാരണം ഒരു സ്ത്രീ തൻ്റെ മൂല്യം തിരിച്ചറിയുന്ന നിമിഷം മുതൽ അവളുടെ ജീവിതം മാറാൻ തുടങ്ങുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. നന്ദി, നമസ്കാരം.